തിരുവനന്തപുരം കുളത്തൂർ ദേശീയപാതയിലാണ് ചൊവ്വാഴ്ച രാത്രിയിൽ പെയ്ത മഴയെ തുടർന്ന് സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നത്. ഇൻഫോസിസിന് എതിർവശത്തുള്ള 150 മീറ്ററോളം ഭാഗത്തുള്ള റോഡാണിത്. 15 അടിയോളം ഉയരമുള്ള ഓടയുടെ കോൺക്രീറ്റ് ഭിത്തിയും തകർന്ന സ്ഥിതിയാണ്. ഇത് 2 മാസമായി ഇവിടെ ഒരു സൈഡ് കൊണ്ട് ചരിഞ്ഞത്. അപ്പോൾ ഈ കഴിഞ്ഞ മഴയത്താണ് കുറെ ചരിഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന് കുറെ മെറ്റില കൊണ്ട് വിരിച്ച് അവർ ലെവൽ ചെയ്ത് നിരത്തിയിട്ട് അവരങ്ങ് പോയി. ഇന്നലത്തെ മഴയത്ത് കംപ്ലീറ്റ് കൊണ്ടങ്ങ് ഇടിഞ്ഞു. 3-4 പേരിന് ലക്കിലാണ് രക്ഷപ്പെട്ടത്. ഓടി ഒരു 4-5 വണ്ടികൾ എടുത്തോണ്ട് ഓടിക്കളഞ്ഞു, അല്ലെങ്കിൽ എല്ലാം ഇതിന്റെ അടിയിലായെന്നെ. വണ്ടികളെല്ലാം ഇതിന്റെ ആയെന്നെ. 2 മാസത്തിന് മുമ്പാണ് ഈ വിള്ളലുണ്ടായത്. ഈ വിള്ളൽ ഞങ്ങളെ പോലീസുകാരെയൊക്കെ വിളിച്ചറിയിച്ചപ്പോൾ അവർ വന്ന് നോക്കി. 2 മാസം ഒരാഴ്ചക്ക് മുമ്പാണ് ഈ വിള്ളൽ പരിശോധിച്ചിട്ട് 10-12 അടി താഴ്ചയിലാണ് ഓട കിടക്കുന്നത്. എന്നാൽ 2 മാസം മുൻപ് ഈ ഭാഗത്തെ റോഡിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു. ഒരാഴ്ച മുൻപ് ഇത് പരിഹരിക്കാനുള്ള ജോലികൾ ആരംഭിച്ചെങ്കിലും മഴ പെയ്തതിനാൽ റോഡ് തകരുകയായിരുന്നു. റോഡ് തകർന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.